ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ അടുത്ത് മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ആ മൊബൈൽ അങ്ങ് എടുക്കും, എന്നിട്ട് നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കും, യൂട്യൂബ് എടുക്കും, വാട്സപ്പ് എടുക്കും, ഫേസ്ബുക്ക് എടുക്കും, പിന്നെ ഒരു തോണ്ടലാണ്. സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തോണ്ടലിന് ഒരു അവസാനമേ ഉണ്ടാവില്ല. ഈ അവസാനമില്ലാത്ത തോണ്ടലിന് എന്താ പറയുക ഇംഗ്ലീഷിൽ പറയുക? ഡൂം സ്ക്രോളിംഗ് എന്നാണ്. ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ഡൂം സ്ക്രോളിംഗ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. സോ അപ്പോൾ ഈ പഠിക്കുന്ന നേരത്തുള്ള ഈ ഒരു ഡൂം സ്ക്രോളിംഗ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പരീക്ഷയൊക്കെ ആവാനായി, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ പഠിക്കുന്ന നേരത്തൊക്കെ ഈ ഡൂം സ്ക്രോളിംഗ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്പെടും, അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു രണ്ട് മെത്തേഡ്സ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആ ഒരു മൊബൈൽ എടുത്ത് ഓപ്പൺ ചെയ്ത് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും എടുത്ത് നോക്കില്ലല്ലോ. അതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലല്ലേ, ആ ഒരു ക്യൂരിയോസിറ്റിയിലല്ലേ നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കുള്ളൂ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് നിങ്ങൾ ആ പഠിക്കുന്ന സമയത്തെങ്കിലും ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ഓഫ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് നേരെ ആപ്സിൽ പോവുക. ആപ്സിൽ പോയിട്ട് ആപ്പ് നോട്ടിഫിക്കേഷൻ ബട്ടൺ ചില ഫോണുകളിലൊക്കെ ഓരോരോ മെനുകളായിരിക്കും. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ മൊബൈലിൽ ഏതാണോ ആപ്പ് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് അത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സജഷൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങളുടെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പെർമനൻ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ശല്യമാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടമാകില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനും അത് കേടാണ്. ഓക്കെ, നമ്മുടെ മൊബൈൽ പിന്നെ ഹാങ് ആവാൻ തുടങ്ങും. ചില മൊബൈലുകളൊക്കെ ഹാങ് ആവാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിറ്റ് എന്നാണ്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാർഡിലും എൻഡ് സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹിയർ യു ആർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ദിസ് ഈസ് യുവർ ടിക്കറ്റ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിവൈസ് അഡ്മിൻ ആപ്പ് എനാബിൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാന്നറിയോ, ആക്ടിവേറ്റ് കൊടുക്കുക കേട്ടോ. ആക്ടിവേറ്റ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മൊബൈൽ എന്ന് പറയുന്നത് പോക്കോ C65 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ഐ ആം അവെയർ കൊടുത്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഈ ഒരു ആപ്പ് സേഫാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ മെസ്സേജ് കണ്ടിട്ട് പാനിക് ആവാനൊന്നും നിൽക്കണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ സേഫാണ്. ഓക്കെ, ഇത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റെഡി ടു ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആപ്പിൽ, ബ്ലോക്കിറ്റ് എന്ന് പറയുന്ന ആപ്പിൽ റെഡി ടു ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, സ്റ്റാർട്ട് യുവർ ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്കിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുക, ഒരു മിനിറ്റിലേക്ക് ഞാൻ ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റിലേക്ക് ഞാനിവിടെ ലോക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മിനിറ്റ് വരെ നമ്മുടെ മൊബൈൽ ലോക്കായിരിക്കും. നമുക്ക് ഈ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ലോക്ക് അടിച്ച് കഴിഞ്ഞാലും മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിനിറ്റിൻ്റെ ഒരു ടൈമർ ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു ഹാവ് നോ പാരച്യൂട്ട്സ് അവൈലബിൾ ടു എൻഡ് ദ സെഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ഇതിൽ ഒരുപാട് പാരച്യൂട്ടുകളുണ്ട്. ആ പാരച്യൂട്ടുകൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പോൾ ആ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലോക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അർജൻറ്റിനായിട്ട് നമുക്ക് മൊബൈൽ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ പാരച്യൂട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള ഈ ഒരു പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും വരിക. നിങ്ങൾ മൊബൈൽ അൺലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ ലോക്കായപ്പോൾ എൻ്റെ റെക്കോർഡർ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ടൈമർ എൻഡ് ആവാനായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആക്കി കഴിഞ്ഞാലും ഈ ടൈമർ കഴിയാണ്ട് ആ ഒരു മൊബൈൽ അൺലോക്ക് ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമർ കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ താഴെ ഞാൻ 2 ചാനൽ കൊളാബ് ചെയ്തിടുന്നുണ്ട്. ആ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.